ഗൈസ്, നമ്മളിന്ന് നല്ലൊരു കായ ഇട്ടിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ നമുക്കതിന് ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 കായ എടുത്തിട്ടുണ്ട്. 2 കായ തൊലി കളഞ്ഞ് നടുവേ കീറി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, പൊടിയുപ്പ്. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വിസിലടിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് എരിവിനനുസരിച്ച്, ഇപ്പോൾ ഞാനിവിടെ 8 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് 6 7 പച്ചമുളക് ഇടാം. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ നല്ല ജീരകം, രണ്ട് വലിയ വെളുത്തുള്ളി, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ഇടാം. നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കായ വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് കായയിലോട്ട് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിള വന്ന് തുടങ്ങിയതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിലോട്ട് തൈരും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണല്ലോ. തൈര് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് കായും നാളികേരവും നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ 1/2 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ചെറിയ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. രണ്ടും പൊട്ടിയതിന് ശേഷം വേപ്പിലയും മുഴുവൻ മുളകും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കുക. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ്. ചോറിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.